എനിക്ക് പിന്നിൽ കാണുന്നതാണ് പ്രധാന വേദി. ഇവിടെയാണ് പ്രധാന പരിപാടികളൊക്കെ നടക്കുക. നമുക്കൊപ്പം ഹരി ചേരുന്നുണ്ട്. ഹരി, പ്രധാന വേദിയാണിത്. MT നില എന്നാണ് ഈ വേദിയുടെ പേര്. അതായത് 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ നാളെ ഉദ്ഘാടനം നടക്കാൻ പോകുന്ന ഈ വേദിയിൽ വെച്ചാണ് രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിച്ചുകൊണ്ട് നമ്മുടെ കലാരവം ഉദ്ഘാടനം ചെയ്യും. അത് ഇവിടെ നടക്കും. അതിനുശേഷമാണ് ഓരോ മത്സരങ്ങളും ആരംഭിക്കുന്നത്. പിന്നെ ഇന്നിപ്പോൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ പറയണം. അതായത് സ്വർണ്ണക്കപ്പിന് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ ഈ മത്സരം നടക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം. ഈ 14 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ഈ കലോത്സവത്തിൽ പങ്കെടുത്ത് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്കാണ് സ്വർണ്ണക്കപ്പ്. അതിപ്പോൾ കണ്ണൂരാണ് ഇരുന്നത്. കണ്ണൂരായിരുന്നല്ലോ നിലവിലെ ചാമ്പ്യന്മാർ. അപ്പോൾ കണ്ണൂരാണ് ആ കപ്പ് ഇരുന്നത്. അതിനുശേഷം കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ അത് ഘോഷയാത്രയായി വരികയാണ്. ആളുകൾക്കൊക്കെ സ്വീകരണം പല സ്കൂളുകളിലും സ്വീകരണം ഉണ്ടായിരുന്നു. ഇന്ന് ജില്ലയിൽ പ്രവേശിക്കും. ഇന്ന് രാവിലെ എനിക്ക് തോന്നുന്നു ഒരു 9 മണിക്ക് ശേഷമാണ് തട്ടത്തുമല, കിളിമാനൂർ തട്ടത്തുമല ആ ഭാഗത്ത് വെച്ച് വിപുലമായ സ്വീകരണ പരിപാടിയൊക്കെയാണ്. അതിനൊരു പ്രത്യേക കമ്മിറ്റി അതിർത്തിയിലേക്ക് കിടക്കുകയാണ്. അതാണ് സ്വീകരണം. അതെ. ജില്ലയിലേക്ക് കടക്കുമ്പോൾ അവിടെ വെച്ച് കൊല്ലത്തെ പ്രചരണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ കയറുന്നത്. അതിനുശേഷം സ്വീകരിച്ചതിന് ശേഷം ഇന്ന് വൈകിട്ടോടുകൂടി ഇവിടെ എത്തിച്ചേരും എന്നാണ് ഈ സ്വർണ്ണക്കപ്പിന്റെ കാര്യം. അതിപ്പോ നിലവിലെ ചാമ്പ്യന്മാരായ കണ്ണൂർ സ്വർണ്ണക്കപ്പ് നിലനിർത്തുമോ, ആതിഥേയരായ തിരുവനന്തപുരം കനത്ത പോരാട്ടം നടത്തുന്ന കോഴിക്കോടും പാലക്കാടും ഇത്തവണയെങ്കിലും സ്വർണ്ണക്കപ്പിൽ മുത്തമിടുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അറിയാം. പിന്നെ ഏതായാലും പ്രാതിനിധ്യം കൊണ്ട് ഏറെ ശ്രദ്ധേയമാവുന്നത് വയനാട് നിന്നുള്ള കുഞ്ഞുങ്ങൾ തന്നെയായിരിക്കും. ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ വയനാട് എപ്പോഴും നമുക്കൊരു വേദനയാണ്, അറിയാം. 2024 അപ്പോ ഇവിടെ അവരുടെ ഒരു നൃത്താവിഷ്കാരം, അവിടുത്തെ വെള്ളാർമല UP സ്കൂളിലെ കുട്ടികളുടെ ആ നൃത്താവിഷ്കാരം, അതോടുകൂടിയാണ് നമ്മുടെ ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഒരു ഭാഗം അത് തന്നെയാണ്. ഒരു പരിഗണന അത് വളരെ നല്ലതാണ്. കാരണം ദുരന്തം അവരുടെ മനസ്സിലുണ്ടാക്കിയ ആഘാതം അത് നമുക്ക് വാക്കുകളാൽ വർണ്ണിക്കാൻ കഴിയുന്നതല്ല, വിവരിക്കാൻ കഴിയുന്നതല്ല. അത്രയേറെ സങ്കടത്തിലുള്ള മക്കളാണ്. എപ്പോഴും വേദന തന്നെയാണ്. അതെ, മറികടന്നൊന്ന് വരാൻ അവർക്ക് ഇതൊക്കെ വളരെ ഉപകാരപ്പെടും. ഓരോ ഘട്ടത്തിലും ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും നമ്മൾ അവരെ അതിൽ നിന്ന് മാറ്റി റിക്കവർ ചെയ്ത് കൊണ്ടുവരാനുള്ള നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിലപ്പോ ഈ കലോത്സവത്തിന്റെ ഇതുപോലൊരു ഉത്സവത്തിന്റെ ഭാഗമാകുമ്പോൾ അവരുടെ ഒരു ആവിഷ്കാരത്തോടു കൂടി, അവരുടെ സാന്നിധ്യത്തോടു കൂടി തുടങ്ങുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതെ. ഈ വേദിയിലേക്ക് ഇന്നിപ്പോ ഒഴിഞ്ഞ കസേരകളായിരിക്കും പ്രേക്ഷകർ കാണുന്നത്. പക്ഷെ ഇതൊന്നും കാര്യമാക്കണ്ട, നിറഞ്ഞ കസേരകൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. പരിപാടികളൊക്കെ ആരംഭിക്കുമ്പോഴേക്കും എല്ലാ തരത്തിലും അല്ലെ. ഇത് അതായത് ഏകദേശം ഒരു അന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഏകദേശം ഒരു 10,000-ഓളം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു പ്രധാന വേദിയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നിറയും, അത് അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇത് നിറഞ്ഞു കവിയും. ഒപ്പം ഇത് മാത്രമല്ല, ഇത് പ്രധാന വേദിയാണ്. വേറെയും 25 വേദികളാണ് മൊത്തത്തിൽ ഉള്ളത്. ആ 25 വേദികളിൽ ഒരേ സമയം ഈ വേദിയിൽ നടക്കുന്ന മത്സരങ്ങളോട് പറയാം. അതായത് ഇപ്പൊ നാളെ ഇപ്പൊ ഉദ്ഘാടനത്തിന് ശേഷം പിന്നെ തിരുവാതിര, ഒപ്പം തന്നെ സംഘനൃത്തം, നാടോടി നൃത്തം വരും ദിവസങ്ങളിലുണ്ടാവും. അങ്ങനെയുള്ള മത്സരങ്ങൾ നടക്കുന്ന വേദിയാണിത്. പിന്നെ മറ്റ് നിശാഗന്ധി ആണെങ്കിലും ടാഗോർ ആണെങ്കിലും മറ്റ് സ്കൂളുകളാണെങ്കിലും അതിനൊക്കെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ നമ്മൾ അത് ഓരോ മത്സരങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തായാലും സംസാരിക്കുമല്ലോ.